ക്രിസ്റ്റി, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നേ? എടാ ആൽവി, അത് നിന്റെ ലൈഫാണ്, നിന്റെ ചോയ്സാണ്. ഞാൻ അതിൽ അഭിപ്രായം പറയാൻ ആരുമല്ല. പിന്നെ ഇന്നലെ അത് നീ എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ഒരു ദേഷ്യം കാണിച്ചതാ. ജസ്റ്റ് ഈ നിന്നെ പറ്റിക്കല്ല എന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല, യു ക്യാൻ ഗോ ഓൺ. ഓക്കെ? എനിക്ക് നിന്നോട് ഈ ഒരു ദേഷ്യവുമില്ല, ഞാൻ മിണ്ടാതിരിക്കാൻ പോകുന്നുമില്ല. ഓക്കെ? ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ കൂളിംഗ് ഗ്ലാസും വെച്ചോണ്ട് എങ്ങോട്ടാ മോനെ ക്രിസ്റ്റി? ഞാൻ എവിടെ പോവാൻ? കോളേജിലേക്ക് തന്നെ. ഞാനൊന്ന് ഷൈൻ ചെയ്യട്ടടാ, നല്ല രസമില്ലേ? ആ, അതെ ക്രിസ്റ്റി, ഒന്നവിടെ നിന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആൽവിയുടെ കാര്യമാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. അവൻ ഇന്നലെ തന്നെ എന്നോട് എല്ലാം പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലടോ. നിനക്ക് ആദമിനോട് നല്ല ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, പെട്ടെന്ന് കയറി ദേഷ്യപ്പെടും. ഷോർട്ട് ടെമ്പേർഡാ. അതെന്ന് വെച്ച് ഞാൻ ആൽവിനെ പറ്റിക്കുകയാണെന്ന് വിചാരിക്കരുത്. എനിക്ക് ആൽവിനോടുള്ളത് ട്രൂ ഫീലിങ്സ് തന്നെയാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അതെനിക്ക് മനസ്സിലായി. ചതിക്കുകയാണെങ്കിൽ ഒരിക്കലും ആമി ഇതിന് സപ്പോർട്ട് നിൽക്കില്ല എന്ന് എനിക്കറിയാം. സോ അത് പറഞ്ഞ് ഇനി സമയം കളയണ്ട. ഇന്നലെ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാൻ അവൻ്റെ കൂടെ കൂടിയിട്ട് കുറേ ആയി. എനിക്ക് പാരൻസ് എന്ന് പറയാൻ ആരുമില്ല. എൻ്റെ മമ്മയും പപ്പയും എന്ന് പറയുന്നത് അത് ആൽവിയുടെ മമ്മയും പപ്പയും തന്നെയാണ്. എന്നെ അവരാ വളർത്തിയത്. ഞാൻ ചെറുപ്പം തൊട്ട് കൂടിയത് അവൻ്റെ കൂടെ. അപ്പോൾ അവൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അവൻ എന്നോടല്ലല്ലോ ആദ്യം പറഞ്ഞത്. അതിൻ്റെ ഒരു ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇന്നലെ അങ്ങനെ കാണിച്ചത്. അല്ലാണ്ട് എനിക്ക് തന്നോട് വിശ്വാസക്കുറവൊന്നുമില്ല. ഹാ, എനിക്ക് മനസ്സിലാവും ചെറുപ്പം തൊട്ടുള്ള സൗഹൃദത്തിൻ്റെ വാല്യൂ എന്താണെന്ന്. ആദ്യം ചെറുപ്പം തൊട്ട് എൻ്റെ കൂടെ കൂടിയതാ. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്താലും എനിക്കൊന്നും മറുത്ത് പറയാൻ പറ്റാതെ പോകുന്നത്. പിന്നെ എനിക്ക് നീ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് തരണം. അതും കൂടി പറയാനാണ് ഞാൻ നിന്നെ പിടിച്ചു നിർത്തിയത്. ഹെൽപ്പോ? ഞാനോ? ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്തു തരാൻ? എൻ്റെ ക്രിസ്റ്റി, നിനക്കെന്നെ ഭ്രാന്താണോ? എടാ, ബസ് 7 മണിക്കാ. അതിന് നമ്മൾ എന്തിനാ ഈ 3 മണിക്ക് കെട്ടിപ്പെറുക്കി ഇവിടുന്ന് ഇറങ്ങുന്നേ? എൻ്റെ പൊന്നോ, കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറൊരു സ്ഥലം വരെ പോവണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ബസ് കയറാൻ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ കുറച്ച് നേരത്തെ ഇറങ്ങുന്നേ. നീ ചിലക്കാണ്ട് വേഗം തുണിയൊക്കെ എടുത്ത് പാക്ക് ചെയ്യും. അതെന്നാ ആ സ്ഥലത്തിന് പേരില്ലേ? നീ കുറെ നേരമായല്ലോ ഒരു സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് സ്ഥലം? എന്റെ പൊന്നോ, ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം. അവിടെ എത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും അത് ഏതാ സ്ഥലം എന്ന്. നീ ഇങ്ങനെ ചുമ്മാ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കാതെ വേ ഇറങ്ങിയേ. 3:30 അവിടെ എത്താന്നാ പറഞ്ഞേ. വേ ഇറങ്ങി. നമ്മൾ എന്തിനാ ഇവിടെയൊക്കെ വരുന്നേ? ഓ, അത് ഏതോ ഒരു ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ. ഇത് പ്രാന്താ. എവിടെ പോയി ക്രിസ്റ്റി? ക്രിസ്റ്റി, ഇത്രയും നേരം എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. ക്രിസ്റ്റി, എന്തുവാ ഇത്? ആൽവി, ജസ്റ്റി, നീ എന്താ ഇവിടെ? അല്ല, ഞാൻ എന്താ ഇവിടെ? അത് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാനാ ക്രിസ്റ്റീനോട് പറഞ്ഞ. നേരത്തെ പറഞ്ഞു വെച്ചതാ, നീ ഇന്ന് നൈറ്റ് വീട്ടിൽ പോവല്ലേ, അപ്പം അതിനു മുമ്പ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. നോക്ക്, എനിക്ക് വലിയ സാഹിത്യം പറയാനൊന്നും അറിയത്തില്ല, വലിയ പോയട്രി പറയാനും അറിയത്തില്ല. എനിക്ക് മനസ്സിൽ തോന്നുന്ന പറയാം. ആൽവി, ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. കണ്ട അന്ന് തൊട്ട് നീ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ. അതിനുശേഷം നിന്നോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ മുടക്കിയിട്ടില്ല. കാരണം നിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഐ ഡോണ്ട് നോ സംതിങ്, എനിക്ക് വേറെ എന്തോ ഒരു ഫീലാണ്. സോ ആൽവി, വിൽ യു ബി മൈ ബോയ് ഫ്രണ്ട്?
ഹാ, അങ്ങനെ കാര്യങ്ങളൊക്കെ ശുഭമംഗളം. ഇനി നമുക്ക് വീട്ടിൽ പോവാലോ, സമയായി. അ- അതെ ക്രിസ്റ്റി, നമുക്കിപ്പോ പോണോ? 7 മണിക്കല്ലേ ബസ്? സമയം ഇപ്പം 4:30 ആവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാനിനി നിങ്ങളുടെ ഇടയിലെ കട്ടുറുമ്പാവുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്താന്ന് വെച്ചാ കാണിക്ക്. ഞാൻ താഴേക്ക് പോവാം. എല്ലാം കഴിയുമ്പോൾ താഴേക്ക് വന്നാൽ മതി. അതെ, ബസ് മിസ്സാവരുത്, നേരത്തെ എത്തിക്കോണം. പിന്നെ ജസ്റ്റി, ഏറ്റതുപോലെ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കണം. ആൽവി, നീ മറുപടി പറഞ്ഞില്ല. റിങ് കയ്യിലേക്ക് ഇട്ടത് മാത്രമേ ഉള്ളൂ. മറുപടി ഇല്ലേ? മറുപടി അതല്ലേ ഞാൻ ആക്ഷനിലൂടെ കാണിച്ചത്. ഐ വുഡ് ലവ് ടു ബി യുവർ ബോയ് ഫ്രണ്ട്, മോർ ദാൻ എ ബോയ് ഫ്രണ്ട്. ഇപ്പോൾ ഇതേ നടക്കുള്ളൂ എന്നറിയാം. യെസ്, ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. സമാധാനായി. എത്ര ദിവസമായി എന്നറിയാം ഇതിന് പുറകെ നടക്കുന്നു. ഇത് പ്ലാൻ ചെയ്യുന്നത് ആമയാണ്, ഹെൽപ്പ് ചെയ്തത് ക്രിസ്റ്റിയാണ്, പെർഫോം ചെയ്തത് മാത്രം ഞാൻ. എത്ര തവണ റിഹേഴ്സ് ചെയ്തെന്നറിയാം. കുറെ സാഹിത്യമൊക്കെ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ആ നേരത്ത് നിന്റെ അടുത്ത് നിന്നപ്പോൾ വായിലൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത്. അത് സാരില്ല, നീ വാക്കുകൾ കൊണ്ട് സാഹിത്യം പറഞ്ഞില്ലെങ്കിലും യുവർ ഐസ്, ദേ ക്യാൻ സ്പീക്ക് ദ ലവ്. എനിക്കത് നിന്നെ കണ്ട അന്നേ മനസ്സിലായതാ. യുവർ ഐസ് സ്പീക്സ് എ ലോട്ട് ബിഫോർ യു ഡു. സോ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഇനി നമ്മുടെ ദിവസങ്ങളാ. എനിക്ക് നിന്റെ കൂടെ അടിച്ച് പൊളിക്കണം. ഐ വോണ്ട് ടു സ്പെൻഡ് ഈച്ച് ആൻഡ് എവറി മൂമെന്റ് വിത്ത് യു. നിന്റെ കൂടെയുള്ള ഓരോ മൂമെന്റ്സ് എനിക്ക് എൻജോയ് ചെയ്യണം. ദേ ഷുഡ് ബി മെമ്മറബിൾ ത്രൂ ഔട്ട് മൈ ലൈഫ്. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത് ആമയാ. പാവം, വീട്ടിലിപ്പോൾ കിടന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടാവും, എന്തായി എന്നറിയാതെ. ഇതൊക്കെ പോയി ഒന്ന് വീട്ടിൽ അവതരിപ്പിച്ചാലേ ഒരു സമാധാനമുള്ളൂ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ്, നിന്റെ പാരൻസ്, അവരെ കൺവിൻസ് ചെയ്യണം. അതിന് നീ നാട്ടിലേക്കൊക്കെ പോയിട്ട് വാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എനിക്കും ഐ വോണ്ട് ടു ലവ് യു ലൈക്ക് ഐ എം സ്റ്റേയിങ് ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഇൻ ദ എർത്ത്. എല്ലാ ദിവസവും എനിക്ക് നിന്നെ അങ്ങനെ സ്നേഹിക്കണം. എന്നാ ഓക്കെ, ഞാൻ അങ്ങോട്ട് പോവുകയാണേ. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കേടാ, ഹാവ് എ സേഫ് ജേണി. വീട്ടിലെത്തിയിട്ട് മെസ്സേജ് അയക്കണം, കേട്ടല്ലോ? വിളിക്കണം രാവിലെ. ആ, ഞാൻ എത്തിയിട്ട് മെസ്സേജ് അയക്കാം. രാവിലെ വിളിക്കാം. ശരി എന്നാ. കുറേ നേരമായി ബായും ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നു. നീ എന്താ പോവാത്തെ? പോകുന്നില്ലേ? എൻ്റെ കർത്താവേ, ഇവൻ പൊട്ടനാണോ അത് പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? ഞാനിവിടെ എന്തിനാ നിൽക്കുന്നതെന്ന് ഈ സാധനത്തിന് മനസ്സിലാവുന്നില്ലേ? ഒരു ഉമ്മയെങ്കിലും താടാ, പട്ടി. എന്താ മോനെ, വേറെ എന്തെങ്കിലും വേണോ? ഏ ബേബി, ഐ വാണ്ട് അവർ ഫസ്റ്റ് കിസ് ടു ബി സ്പെഷ്യൽ. അതിങ്ങനെ ഒരു ബസ് സ്റ്റേഷനിലാവാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തൽക്കാലം എൻ്റെ ചെക്കൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, കേട്ടല്ലോ? ഓക്കെ എന്നാ, ബൈ. ഞാൻ പോയിട്ട് വിളിക്കാം, കേട്ടല്ലോ? ഗുഡ് നൈറ്റ്. പോകുന്നതൊക്കെ കൊള്ളാം. 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഇവിടേക്ക് അന്ന് എത്തിയേക്കണം. കള്ളം പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ പോവാതെ ഇവിടെ നിൽക്കുന്നത്, അറിയാലോ? അതുകൊണ്ട് 8 മണിക്ക് ഇവിടെ കയറണം. ഓക്കേ, നീ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കും. ഡോൺ വറി. അല്ല ജസ്റ്റി, നമ്മളെന്താ ഇവിടെ? ഇത് ആരുടെ അപ്പാർട്ട്മെന്റാ? ഇന്ന് തൊട്ട് ഇത് നമ്മുടെ സ്ഥലം. ഇവിടെ ഞാനും നീയും മാത്രം, ലൈക്ക് ആർ ഹെവൻ. അതിനു വേണ്ടി ഈ അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കാനോ? നിനക്ക് എന്താ ജസ്റ്റ് ഭ്രാന്താണോ? വെറുതെ കാശ് കളയാനായിട്ട്. അതിനാര് പറഞ്ഞു റെന്റിന് എടുക്കാനാന്ന്? ഞാൻ ഈ അപ്പാർട്ട്മെന്റ് ഓൾറെഡി മേടിച്ചു. ഇത് നിന്റെ പേരിലാ കിടക്കുന്നത്. ഇന്ന് തൊട്ട് ഇത് നിന്റെ അപ്പാർട്ട്മെന്റാ. എന്റെ പേരിലോ? അപ്പാർട്ട്മെന്റോ? യു ആർ റിച്ച് അല്ലേ? നോ, മൈ ഫാദർ ഈസ് റിച്ച്. അപ്പൻ്റെ കയ്യിൽ നിന്ന് കാശ് ഊറ്റിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ അപ്പൻ അറിയാം നിനക്ക് വേണ്ടിയാണ്. എപ്പോഴും ഇങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുകയൊന്നും വേണ്ട, ഇടയ്ക്ക് ഇവിടെ വന്ന് നിന്നോ. വേണേ നീ ക്രിസ്റ്റീനെയും ഫെലിക്സിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് മാറിക്കോ. പക്ഷേ അപ്പം അത് നമ്മുടെ സ്ഥലമായിട്ട് വേണ്ട. നീ അങ്ങനെ ചെയ്യണ്ട. വീക്കെൻഡിന് നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഹാ, എന്നിട്ട് വെറുതെ എന്തിനാ എൻ്റെ പേരിൽ കാശ് ഇങ്ങനെ ചിലവാക്കി കളയുന്നേ? ഏ
ആര് പറഞ്ഞു ഞാൻ വെറുതെ ചെലവാക്കിയതാണെന്ന്? ഈ സ്ഥലം എനിക്കും നിനക്കും മാത്രം. ഞാൻ പറഞ്ഞല്ലോ, ഐ വാണ്ട് ടു എൻജോയ് ദ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് വിത്ത് യു. അതിനു വേണ്ടി മാത്രം ഞാൻ മേടിച്ച അപ്പാർട്ട്മെൻ്റ് ഇത്. സോ കാശിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നീ ഇങ്ങനെ തലമുണ്ടാക്കണ്ട. ഡാഡ, ആ നടന്നു വരുന്ന ആളെ നോക്കി മനസ്സിലായോ? നമ്മുടെ ഒറ്റ ശത്രുവായ ജസ്റ്റിയുടെ ദ വൺ ആൻഡ് ഓൺലി സിസ്റ്റർ ജുവൽ. കൊള്ളാല്ലേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ മൂന്നുപേരൊന്ന് മാറി തന്നിരുന്നെങ്കിൽ അപ്പുറത്തേക്ക് കടക്കാമായിരുന്നു. മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഓ, നിന്റെ അച്ചാച്ചനെ വിളിക്കുമായിരിക്കും അല്ലേ? ഇവളുടെ അച്ചാച്ചൻ പിന്നെ ഇവിടുത്തെ വലിയ ആളാണല്ലോ. വിളിക്കടി, നീ എന്നാ അതിന്റെ അച്ചാച്ചനെ വിളിക്ക്. അയ്യോ, ഇതിന് ഞാൻ എൻ്റെ അച്ചാച്ചനെ വിളിച്ച് ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല. ഞാൻ തന്നെ കൈവീശി ഒന്ന് തന്ന നിങ്ങളുടെ എല്ലാവരുടെയും സൂക്കേട് മാറും. മാറി അവിടുന്ന്, മുന്നിൽ നിന്ന് മാറാനാ പറഞ്ഞേ. പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ അല്ലേ പെങ്ങള്. അതേ ഉഷിരും ചാട്ടവും. അതെങ്ങനെയാടാ? എല്ലാം നല്ലതും അവന് മാത്രം. ആൽവി അവൻ്റെയാണ്, ഈ കാണാൻ സുന്ദരി അവൻ്റെയാണ്. എന്തുവാടാ ഇത്? കോളേജ് അവൻ്റെയാണ്. അവക്ക് ഈ കോളേജിൽ ഒരച്ചാച്ചൻ മാത്രമല്ല, ഞാനും അവളുടെ അച്ചാച്ചൻ തന്നെയാ. എന്താ മക്കളെ മക്കളുടെ പ്രശ്നം? വേണ്ട വേണ്ടാന്ന് വെച്ച് ഒതുങ്ങി ഒതുങ്ങി പോകുമ്പോൾ നിങ്ങൾ തലേ കയറി നിരങ്ങാനുള്ള പരിപാടിയാണല്ലേ? ഒരു വട്ടം ഫൈനൽ വാർണിംഗ് അവിടുന്ന് തന്നതാ. ഡ്രഗ്സ് പോലുള്ള സാധനങ്ങൾ കോളേജിൽ കൊണ്ടുവരരുതെന്നും യൂസ് ചെയ്യരുതെന്നും. പറഞ്ഞാൽ മനസ്സിലാവില്ലടാ നിനക്കൊക്കെ. അതിന് ഞങ്ങൾ കോളേജിൻ്റെ അകത്തേക്ക് കയറ്റിയില്ലല്ലോ. അത് ഞങ്ങളുടെ ദേഹത്തല്ല ഇരിക്കുന്നത്. ഞങ്ങളാണ് കോളേജിൻ്റെ അകത്തുള്ളത്. ഇങ്ങനെ വെറുതെ ചൊറിയാൻ നിൽക്കല്ലേ ആദമേ. എനിക്കൊരു ഡൗട്ട്, ചെറിയ ഡൗട്ടേ ഉള്ളൂ. അതെങ്ങനെയാ എല്ലാം നല്ലതും ജസ്റ്റിക്ക് മാത്രം കിട്ടുന്നത്? കോളേജിലെ എല്ലാ പെൺപിള്ളേരും അവൻ്റെ പുറകെ. ഞങ്ങൾ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതിന് കാരണം അവനൊറ്റ ഒരുത്തനാ. ഇപ്പം അതെ, ഇവൾ അവൻ്റെ പെങ്ങളാണ്, ആൽവി അവൻ്റെയാണ്. അതെങ്ങനെ? പറ ആദമേ, പറ. ഓരോന്ന് വലിച്ച് കയറ്റിയിട്ട് വായ തോന്നിയത് വിളിച്ച് പറയാൻ നിൽക്കല്ലേ. പിന്നെ നിങ്ങളുടെ സ്വഭാവം കാരണം നിങ്ങൾ ആ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്തത്. അതിന് ജസ്റ്റീനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ആൽവി, ഏത് ആൽവിയുടെ കാര്യം നീയൊക്കെ പറയുന്നേ? കർത്താവേ, ഇവന്മാരെ ഞാൻ ഇച്ചായ അത് അവന്മാര് വായി തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതാ. ഇച്ചായൻ ക്ലാസ്സിൽ പോ, ഞാനും ക്ലാസ്സിൽ പോവാ. വെറുതെ എന്തിനാ ഇവരുടെ അടുത്ത് വായിട്ട് അലക്കുന്നേ? ഡി ഞങ്ങൾ അനാവശ്യം പറഞ്ഞൊന്നുമല്ല. ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട്. ഞങ്ങൾ 3 പേരും തന്നെയാ തെളിവ്. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അല്ല, നിങ്ങൾ എന്ത് കണ്ടു എന്നാ പറയുന്നേ? ഏത് ആൽവിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നേ? അയ്യോ, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അതൊന്നും അറിയത്തില്ലേ? ജസ്റ്റ് അവന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എന്തിനാ പിന്നെ കൂടെ നടക്കുന്നേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് തെളിച്ച് പറയോ? ആമി, നിനക്കറിയോ? അത് ഇച്ചായ എനിക്കറിയാം. ഞാൻ പറയാം. ഇച്ചായ വന്നേ, ഇങ്ങ് വാ, ഇവിടെ നിൽക്കണ്ട. ഇങ്ങ് വന്നേ. ആ, ദേ വരുന്നു. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നടാ? ജസ്റ്റി, നീയും ആൽവിയും തമ്മിലുള്ള റിലേഷൻ എന്താ? അവൻ നിന്റെ ആരാ? ആൽവി എൻ്റെ അത്
ആദ്യമേ ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ കേൾക്കണം. എന്നോട് ദേഷ്യപ്പെടരുത് പ്ലീസ്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ആരാ ഈ ആൽവി? അവനും നീയും തമ്മിൽ എന്ത് റിലേഷൻ? എന്താടാ ആദമേ ഇതൊക്കെ? ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും സമാധാനത്തോടെ കേൾക്കണം. നിങ്ങളോട് നേരത്തെ പറയണമെന്ന് വെച്ചതാ, പക്ഷെ പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല. പ്രത്യേകിച്ച് നീ. ആദമേ പ്ലീസ്. എനിക്ക് ആൽവിനെ ഇഷ്ടം. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ കൂടെ അടിയുണ്ടാക്കിയില്ലേ, ആ അവൻ്റെ കൂടെ നടക്കുന്നവനില്ലേ, അവനെ എനിക്ക് കണ്ട അന്ന് തൊട്ട് ഇഷ്ടം. അവനെന്നെ ഇഷ്ടം. ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തു. ഞങ്ങളിപ്പോൾ റിലേഷനിലാണ്. ഹീ ഈസ് മൈ ബോയ് ഫ്രണ്ട്. ദൈവമേ, എന്താ റിയാക്ഷൻ ഒന്നും ഇല്ലാത്ത? എടാ കോപ്പെ, നിന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? നിനക്കിത് എന്നോട് പറഞ്ഞാൽ എന്താ? അല്ല പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ നിന്നെ വെട്ടിപ്പൊഴുങ്ങി തിന്നാൻ പോവല്ലേ? എടാ പേടിച്ചിട്ടാ. നിനക്ക് ദേഷ്യമൊന്നുമില്ലേ? അത് ക്രിസ്റ്റിയുടെ ഫ്രണ്ടാണ്. എനിക്കെന്ത് ദേഷ്യം? നീ എന്തിനാ എന്നെ പേടിക്കുന്നേ? ഞാൻ നിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ക്രിസ്റ്റീനോട് മാത്രമേ ദേഷ്യമുള്ളൂ. ഞാൻ എന്തിനാ അവന്റെ ഫ്രണ്ടിനോട് ദേഷ്യപ്പെടുന്നേ? അല്ല മോനെ, ക്രിസ്റ്റീനോടും ദേഷ്യം തന്നെ അല്ലേ? നീ ഞങ്ങളോട് പോലും മര്യാദയ്ക്ക് 2 വാക്ക് സംസാരിക്കാറില്ല. നീ അവനെ പോയി ചൊറിയണമെങ്കിൽ അതിലെന്തോ ഇല്ലേ ആദമേ? മോനെ അനന്തു, എന്റെ കയ്യേന്ന് വാങ്ങണ്ടെങ്കിൽ മിണ്ടാതിരുന്നോളണം. എനിക്ക് ആ ചെക്കനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം. അല്ലാണ്ട് എനിക്ക് അവനോടൊന്നും ഉള്ളതുകൊണ്ടൊന്നല്ല. അല്ല പിന്നെ നീ ഇതാരോ പറഞ്ഞിട്ടറിഞ്ഞതാന്ന് പറഞ്ഞില്ലേ? ആരാ നിന്നോട് പറഞ്ഞത്? വേറെ ആര്? നിന്റെ പെങ്ങൾ തന്നെ. അല്ലാണ്ട് എന്നോട് വേറെ ആര് വന്ന് ഇതൊക്കെ പറയാൻ? ആമിയോ? അവള് അങ്ങനെ നിന്നോട് വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. അല്ലാണ്ട് അവള് പറയില്ല. എനിക്ക് വാക്ക് തന്നതാ ആരോടും പറയില്ലാന്ന്. അതൊന്നുമില്ല. അവന്മാരെ അവളെ പിടിച്ചു വെച്ച് ചൊറിഞ്ഞോണ്ടിരുന്നപ്പോഴ ഒന്നുമില്ല. എന്നെ കണ്ടപ്പോ അവള് ഇങ്ങനെ പറഞ്ഞതാ. ബാക്കി പറയാതമേ. ആരാ അവളെ പിടിച്ചു നിർത്തിയ? ആരാന്നല്ലേ ചോദിച്ചേ? അത് കാർത്തിക്കും റോഷനും ജാക്സണും ഇല്ലേ, അവര് 3 പേരും എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൂസായിരുന്നു. അവളോട് എന്തോ സംസാരിക്കുന്ന കണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് ചെന്നത്. നിന്നെക്കുറിച്ച് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നീ ഇനി അതിന്റെ പേരിൽ വഴക്കിനൊന്നും പോണ്ട. എന്നെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ അത് എന്നോട് പറഞ്ഞാ പോരെ. അതെന്തിനാ അവളെ പിടിച്ചു നിർത്തി ചോദിക്കുന്നേ? ആദമേ, അവരെന്താ അവളോട് ചോദിച്ചേ? മര്യാദയ്ക്ക് പറഞ്ഞോ. എന്നെക്കാൾ 1 വയസ്സ് മൂത്തതാണെന്ന് നോക്കത്തില്ല, ഒറ്റ അടി വെച്ചേരിഞ്ഞ. അവന്മാർക്ക് തലയ്ക്ക് കയറി കിറിങ്ങിയപ്പോ ഒരു ഡൗട്ട്. കോളേജിലെ എല്ലാ പെമ്പിള്ളേരും നിന്റെ പുറകെയാണ്, കോളേജ് നിന്റെയാണ്, ആൽവി നിന്റെയാണ്, ജുവലും നിന്റെ പെങ്ങളാണ്, കാണാൻ നല്ലതൊക്കെ നിന്റെയാണെന്നും പറഞ്ഞിട്ടാണ് അവളെ പിടിച്ചു നിർത്തിയത്. ഞാൻ ഭാഗ്യത്തിന് അവിടെ ചെന്നുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇല്ലെങ്കിൽ മിക്കവാറും അവന്മാർക്ക് ആമിയുടെ കയ്യിൽ നിന്ന് തന്നെ ഒന്ന് പൊട്ടിയാനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നീ ഇനി അതിന്റെ പുറകെ പോണ്ട. അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവരെ കുറിച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഫിനാൻസ് മിനിസ്റ്റർ അവരുടെ കൂടെ നിൽക്കുന്നേ. ഏത് ഹോം മിനിസ്റ്റർ അവന്മാരുടെ പുറകെ ഉണ്ടെങ്കിലും എന്റെ പെങ്ങളെ ചൊറിയാനുള്ള ലൈസൻസ് ഞാൻ അവന്മാർക്ക് കൊടുത്തിട്ടില്ല. 1 വട്ടം 2 വട്ടമാണോ നമ്മൾ വാൺ ചെയ്യുന്നത്? ഇത് എത്രാമത്തെ വട്ടം ഇത്? ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മളായിട്ട് ഡയറക്റ്റ് ആക്ഷൻ എടുത്തേ പറ്റൂ. വരുന്നുണ്ടേ വന്നാ മതി. അടിപൊളി. കുറെ ആയി ഒരു തല്ലൊക്കെ ഒന്ന് കൂടിയിട്ട്. വാ, ഒന്ന് പോയി നമുക്ക് കലക്കിയിട്ട് വരാടാ. ആഹാ, ദേ വരുന്നു. ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ എന്താ വരാത്തേന്ന്. അവിടെ വന്ന് പറഞ്ഞു കാണുമല്ലേ. നിന്നെയൊക്കെ പേടിച്ച് അതെന്റെ അടുത്ത് വന്ന് പറയാനുള്ള ഗതികേടൊന്നും എന്റെ ആമിക്ക് വന്നിട്ടില്ല. കുറച്ച് നേരം കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയാനെ നിനക്കൊക്കെ. ആദ്യം വന്നതുകൊണ്ട് പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാതിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കണക്ക് തീർക്കാം. എത്രാമത്തെ വട്ടാടാ നിങ്ങളോട് പറയുന്നേ ഇങ്ങനത്തെ കാര്യങ്ങൾ കോളേജിനകത്തേക്ക് കയറ്റരുതെന്ന്? കംപ്ലൈന്റ് കൊടുത്തിട്ടോ കാര്യമില്ല. എന്നാ പിന്നെ അടിച്ചെങ്കിലും നന്നാക്കാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. തല്ലാണെങ്കിൽ തല്ല് നോക്കാടാ നമുക്ക്. അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നീയൊക്കെ കൂടി എന്നെ തല്ലി ചതച്ചു. അതിന്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. നമുക്കൊന്നും കൂടി തല്ല് പിടിക്കാടാ. വാടാ, നീ എന്നെ തല്ല്. നീ ഇങ്ങനെ തല്ലെരന്ന് വാങ്ങുന്ന ഒരുത്തനെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാം. ജസ്റ്റി, ഇനി എന്നാ നോക്കി നിൽക്കുക? ചോദിച്ചതല്ലേ, കൊടുത്തേക്ക് അങ്ങോട്ട്.
ഏയ്, നിങ്ങൾ അറിഞ്ഞോ? വീണ്ടും ജസ്റ്റിയും ടീമും പിന്നെ കാർത്തികും ടീമും തമ്മിൽ അടിയുണ്ടായി. നമ്മുടെ ഈ കോറിഡോറിൽ വെച്ചിട്ട് അടിയുണ്ടായ. നമുക്ക് ക്ലാസ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അറിയാതിരുന്നേ. ജസ്റ്റി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തിനാവശ്യമില്ലാതെ തല്ലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നേ? എവിടെ പരുക്ക് നോക്കട്ടെ? എടാ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് മൂക്കിലിട്ട് ഒരു കുത്ത് കിട്ടി, അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് ബ്ലഡ് വന്നു, വേറൊന്നുമില്ല. നീ ഇങ്ങനെ വിഷമിക്കാതെ. നിനക്ക് ഇതൊക്കെ പറയാൻ ബാക്കിയുള്ളവരെ ടെൻഷൻ എടുപ്പിക്കാനായിട്ട് കുറച്ച് നേരം കൊണ്ട് എന്തുമാത്രം പേടിക്കുന്നതെന്നറിയോ? എന്തിനാവശ്യമില്ലാതെ തല്ലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നേ? ഇന്നെന്തിനാ വഴക്കാക്കിയേ? എന്തുവാടാ ബേബി, ആ ഓക്കേ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ വഴക്ക്, അതെല്ലാ പ്രാവശ്യവും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നത് ഒരു റീസൺ കൊണ്ട് മാത്രം. അത് തന്നെയാണ് ഈ പ്രാവശ്യത്തെയും കാരണം. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഐ എം ഓക്കെ. ലുക്ക്, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പം ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ദൈവമാര് കൊണ്ടൊന്ന് പിടിച്ച് കിടത്തിയതാ. കരച്ചിലും സങ്കടം പറച്ചിലും ഉമ്മ വയ്ക്കലും ഒക്കെ പിന്നെ പോരെ. ഇവിടെ ഇപ്പൊ ഞങ്ങളും ഉണ്ടേ, ഒറ്റയ്ക്കല്ല.